ഒക്ടോബർ 7 ഭീകരവാദികൾ ഇസ്രായേലിൽ ആക്രമണം ചെയ്തു. 1400 വ്യക്തികളെ കൊന്നു. 200 ആൾക്കാരെ ഹോസ്റ്റേജായി എടുത്തു. നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോഴിക്കോട് കടപ്പുറത്ത് ഒരു വലിയ സമാധാന റാലി സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് UDF-ൻ്റെ ഒരു പ്രധാന ഘടകകക്ഷി ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. UDF-ലെ മുഖ്യ കക്ഷിയായ കോൺഗ്രസ് പക്ഷേ ഇതുവരെയായി പലസ്തീനൊപ്പം നിൽക്കണോ ഇസ്രയേലിനൊപ്പം നിൽക്കണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്നുള്ളതാണ് സത്യം. പക്ഷേ കോൺഗ്രസിലെ പ്രധാന നേതാക്കന്മാരായ VD സതീശനും K സുധാകരനും ഒരു നിലപാട് എടുത്തിട്ടില്ല എങ്കിലും മുതിർന്ന നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല ഇവരെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടതുമാണ്. കോൺഗ്രസിനുള്ളിലെ ആശയക്കുഴപ്പം ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് യുദ്ധത്തിൽ ഏറ്റവും അധികം ദുരന്തം നേരിട്ട പലസ്തീൻ അനുകൂലമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗ് തീരുമാനമെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സമാധാന റാലി കോഴിക്കോട് കടപ്പുറത്ത് ലീഗിലെ മുതിർന്ന നേതാക്കളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് അതിഗംഭീരമായി നടത്തിയത്. ജനബാഹുല്യം കൊണ്ടും പങ്കെടുത്തവരുടെ പ്രസംഗങ്ങൾ കൊണ്ടുമെല്ലാം സമാധാന റാലി വൻ വിജയമായി തീരുകയും ചെയ്തു. അവിടെ അവസാനിക്കേണ്ട റാലി പിന്നെ വലിയ വിവാദത്തിനാണ് വഴിമരുന്നത്. റാലിയിൽ മുഖ്യാതിഥിയായി ലീഗ് തെരഞ്ഞെടുത്തത് തിരുവനന്തപുരം MPയും കോൺഗ്രസ് നേതാവുമായ ശശി തരൂരിനെയായിരുന്നു. എന്താ കോൺഗ്രസിലെ വേറെ ആരെയും കിട്ടിയില്ലായിരുന്നോ എന്ന് ചോദിക്കാൻ വരട്ടെ. ഒരു നിലപാടുമില്ലാത്ത ആരെയും കൊണ്ട് അവിടെ എത്താൻ പറ്റില്ലല്ലോ. ആർക്കൊപ്പം ഇരിക്കണമെന്ന് ഇതുവരെ കോൺഗ്രസ് പാർട്ടിക്ക് പിടുത്തം കിട്ടാത്ത സാഹചര്യത്തിൽ എന്തായാലും ശശി തരൂർ തന്നെയാണ് പറ്റിയ കക്ഷിയെന്ന് ലീഗിനും പിടികിട്ടിയിട്ടുണ്ടാകും. അതുമാത്രമല്ല, K സുധാകരനോ VD സതീശനോ ലഭിക്കാത്ത ഒരു പിന്തുണ ശശി തരൂരിന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്ന് ലീഗ് ഉറച്ചു തന്നെ വിശ്വസിക്കുന്നുണ്ടാകും. രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് കാര്യങ്ങളെ വളരെ ഗൗരവമായി തന്നെ സമീപിക്കുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ശശി തരൂരിനെ ഇന്നാട്ടിലെ യുവജനങ്ങൾക്കും വലിയ പിടുത്തമാണ്. എല്ലാ കാര്യത്തിലും സാധാരണ രാഷ്ട്രീയക്കാരെടുക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയ പ്രവർത്തനമോ വർത്തമാനമോ ഒന്നും ശശി തരൂരിൽ നിന്നുണ്ടാകത്തില്ല. ചിലരൊക്കെ അത് എഡ്യൂക്കേഷൻ്റെ ഗുണം എന്നൊക്കെ പറയും. തന്നെയുമല്ല, ഇവിടുത്തെ സംഘങ്ങൾക്ക് സംരക്ഷണം നൽകുകയും സംഘപരിവാറിൽ പോകുന്നത് തൻ്റെ വ്യക്തിപരമായ അവകാശമാണെന്നും ഒന്നും വിളിച്ചു പറയാനും ശശി തരൂർ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ശശി തരൂരിന് ഒരു രാഷ്ട്രീയ അതീതമായി ഒരു സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്നുള്ള കാര്യം ലീഗിന് തന്നെ മനസ്സിലായിട്ടുണ്ട്. നിലപാടുകളില്ലാത്തവർക്ക് ഒപ്പം നിന്നുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നും കരുതിയാകണം മറ്റു കോൺഗ്രസ് നേതാക്കളെ എല്ലാം അവഗണിച്ചുകൊണ്ട് ലീഗ് മുഖ്യ അതിഥിയായി ശശി തരൂർ എന്ന ലോക നേതാവിനെ ക്ഷണിച്ചത്. പക്ഷേ ഒരു കയ്യബദ്ധം, അത് പറ്റിപ്പോയി. ഇസ്രായേൽ വിരുദ്ധത ഊന്നിപ്പറയുകയും ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന പോരാട്ടങ്ങളെയും അതിലൂടെ പലസ്തീനികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും കുറിച്ച് അപലപിക്കും എന്ന് തന്നെയാണ് ലീഗിലെ നേതാക്കന്മാർ കൂടുതലും വിശ്വസിച്ചത്. പക്ഷേ എവിടെയോ ശശി തരൂരിന് പാളിപ്പോയി എന്ന് വേണം കരുതാൻ. അങ്ങനെ മുഖ്യാതിഥിയായി പ്രസംഗിക്കാൻ ശശി തരൂർ മൈക്കിനടുത്തെത്തി. പിന്നെ പ്രസംഗത്തിലേക്ക് കടന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അല്ല നമ്മുടെ ഉദ്ഘാടകൻ, നമ്മളെല്ലാവർക്കും വേണ്ടി ഇത്ര നന്നായി 3 ഭാഷയിൽ പ്രാർത്ഥിച്ച് സംസാരിച്ച ശ്രീ സായദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ അധ്യക്ഷൻ, എൻ്റെ പാർലമെന്റ് സുഹൃത്തായത് ഒരു കാലത്ത് ഇപ്പോൾ ജനറൽ സെക്രട്ടറി മുസ്ലിം ലീഗ് നാഷണൽ കമ്മിറ്റി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, എൻ്റെ പാർലമെന്റ് സുഹൃത്തും സഹപ്രവർത്തകനായ ശ്രീ ET മുഹമ്മദ് ബഷീർ MP, ശ്രീ PB അബ്ദുൽ വഹാബ് MP, ശ്രീ MP അബ്ദുൽ സമദാനി MP, ശ്രീ MK രാഘവൻ, ഈ സ്വന്തം കോഴിക്കോടിൻ്റെ മകനായി നിങ്ങൾ പ്രതിനിധിത്വം 15 വർഷമായി തരുന്ന ശ്രീ MK രാഘവൻ, ഡോക്ടർ MK മുനീർ MLA, ശ്രീ MC മൈൻ ഹാജി, നമ്മളെല്ലാവർക്കും ഇത്ര നല്ല വാക്കോട് സ്വാഗതം പറഞ്ഞ അഡ്വക്കേറ്റ് PMA സലാം സാഹിബ്, ഇവിടെ ഇരിക്കുന്ന എല്ലാ ബഹുമാന്യരെ, വിശിഷ്ട നേതാക്കളെ, മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട പ്രമാണികളെ, പക്ഷേ അബവോൾ ഈ മഹാജനങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങളെല്ലാവരും ഇവിടെ കാണുമ്പോൾ ഇനിയും ആ ജനങ്ങൾ തന്നുകൊണ്ടിരിക്കേണ്ടതെന്ന് കാണാം. ഒരു അതിശയം മാത്രമല്ല, ഒരു സന്തോഷം തോന്നുന്നു. പാലസ്തീനിന്റെ ജനതയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം ഉറപ്പിച്ച്
ലോകത്തിൽ നടത്തുന്ന പ്രധാനപ്പെട്ട മനുഷ്യാവകാശ റാലിയിൽ ഇത് ഒന്നാണെന്ന് ഒരു സംശയമില്ല. ഈ ജനക്കൂട്ടം കാണുമ്പോൾ നമുക്കറിയാം ജനങ്ങളുടെ മനസ്സും ഹൃദയവും എവിടെയാണെന്ന്. ഓക്കെ, ഇതുവരെ കുഴപ്പമില്ലാതെ പോയി. വേദിയിലിരിക്കുന്നവർ പിന്നെ എല്ലാ പണികളും കഴിഞ്ഞ് സ്വസ്ഥമായി സമാധാന റാലിക്കായി അണിനിരുന്ന നല്ലവരായ പ്രവർത്തകർ എല്ലാവരെയും ശശി തരൂർ അഭിസംബോധന ചെയ്തു. നല്ല കാര്യം. വന്നവരും നിന്നവരും അതോടെ ഹാപ്പിയായി. പക്ഷേ എല്ലാവരും മറന്നുപോയ ഒരു കാര്യമുണ്ട്. പ്രസംഗിക്കാൻ വിളിച്ചത് കോൺഗ്രസ് നേതാവിനെ മാത്രമല്ല, ലോകം മുഴുവൻ അറിയപ്പെടുന്ന, ലോകത്തെ ഒട്ടുമിക്ക കാര്യങ്ങളിലും പ്രാവീണ്യമുള്ള ഒരു ലോക നേതാവിനെ കൂടിയാണെന്ന് അവർ ഓർത്തില്ല. ഹമാസ് എന്താണെന്നും ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അറിയാവുന്ന ഒരാൾ തന്നെയാണ് ശശി തരൂർ എന്ന് നമുക്കും അറിയാം. അങ്ങനെ ഇപ്പോൾ 19 ദിവസമായി നടക്കുന്ന ഈ യുദ്ധം എങ്ങനെ തുടങ്ങി എന്നുള്ളത് പറയാൻ ശശി തരൂരിനോടോളം അറിവുള്ള ആരും അവിടെയുണ്ടെന്ന് വിശ്വസിക്കാനും തരമില്ല. അങ്ങനെ ഇപ്പോഴത്തെ യുദ്ധത്തെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞു തുടങ്ങി. ഒക്ടോബർ 7 ഭീകരവാദികൾ ഇസ്രായേലിൽ ആക്രമണം ചെയ്തു. 1400 വ്യക്തികളെ കൊന്നു. 200 ആൾക്കാരെ ഹോസ്റ്റേജായി എടുത്തു. പക്ഷെ അതിൻ്റെ മറുപടി ഇസ്രായേലിൻ്റെ ഗാസയെ ബോംബിംഗ് ചെയ്തിട്ട് 1400 അല്ല, ഒരു 6000 പേരെ കൊന്നു കഴിഞ്ഞു. ബോംബിംഗ് നിർത്തിയിട്ടില്ല. എന്താണ് ഈ പറയുന്നത് എന്ന് ചിന്തിച്ച് ലീഗുകാർ വാ പൊളിച്ചിരുന്നു. പുലിവാലായല്ലോ എന്ന് കരുതി. യുദ്ധത്തിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. ശരിക്കും ഹമാസ് ഒരു ഭീകര സംഘടന എന്ന് തന്നെയാണ് ശശി തരൂർ തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചത്. പലസ്തീനിലെ ഗാസ മുനമ്പിൽ താവളമുറപ്പിച്ച ഇസ്ലാമിക ഭീകര സംഘടന എന്ന നിലയിൽ തന്നെയാണ് ഹമാസിനെ ലോകമെമ്പാടും അറിയപ്പെടുന്നതും അവരെ വിശേഷിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ അക്കാര്യം മറച്ചുവെക്കാൻ ശശി തരൂർ തയ്യാറായില്ല എന്ന് പറയുന്നതാണ് ശരി. ഇതോടെ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തുടങ്ങിയ റാലിയിൽ ലീഗ് പക്ഷേ പുലിവാല് പിടിച്ചു എന്ന് വേണം കരുതാൻ. പക്ഷേ ശശി തരൂരിനെ തിരുത്താനുള്ള ശ്രമമാണ് പിന്നീട് സംസാരിച്ച MK മുനീറിൽ നിന്നുണ്ടായത്. പ്രതിരോധത്തിന്റെ മാർഗമാണിപ്പോൾ പലസ്തീൻ നടത്തുന്ന ആക്രമണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് തടി തപ്പാനാണ് മുനീർ ശ്രമിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോഴേക്കും ബാക്കിയുള്ള പാർട്ടിക്കാരും രംഗത്തെത്തി. CPMന്റെ നേതാവ് M സ്വരാജ്, BJP നേതാവ് സുരേഷ് ഗോപി, K സുരേന്ദ്രൻ തുടങ്ങിയവരാണ് വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയത്. അതിനിടയിൽ MM ഹസനും നിലപാട് വ്യക്തമാക്കി. പലസ്തീൻ നടത്തുന്നത് പ്രത്യാക്രമണമാണെന്നും എന്നും പലസ്തീന് ഒപ്പമാണെന്നും ഹസൻ അറിയിച്ചു. എന്തായാലും ഇതിനുള്ള പ്രതികരണവും ശശി തരൂർ നടത്തിയിട്ടുണ്ട്. വെറുതെ വിവാദത്തിന് ശ്രമിക്കേണ്ട എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. എക്കാലവും പലസ്തീനൊപ്പമാണ് നിൽക്കുന്നതെന്നും തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ലീഗിന്റെ ഹാങ് ഓവർ മാറിയില്ല എന്ന് വേണം കരുതാൻ. ലീഗിനെ നോക്കി K സുധാകരനും VD സതീശനും തുടങ്ങിയ ചിരി ഇതുവരെ നിർത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്.